നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരുടെങ്കിലും വെറുപ്പുണ്ടാകുമ്പോൾ, ഒരു വിദ്വേഷമുണ്ടാകുമ്പോൾ അതിന് കൃത്യമായ കാരണമുണ്ടാകും. അങ്ങനെ ഒരു കാരണത്തെ നിരീക്ഷിക്കുമ്പോൾ മിക്കവാറും എല്ലാ ഒരു അക്യുപഞ്ചറിസ്റ്റുകളും ഒരു എക്സ് അലോപ്പതി പ്രൊമോട്ടറാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ പിന്നീട് അവരുടെ ജീവിതത്തിൽ ഈ അലോപ്പതി വൈദ്യശാസ്ത്രം അവർക്കുണ്ടാക്കി വെച്ചിട്ടുള്ള നഷ്ടങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഓർക്കുമ്പോൾ അതേ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പിന്നീട് വളരെ ലളിതമായി കൊണ്ട് ചെലവ് കുറഞ്ഞ ഈ ചികിത്സ ഉപയോഗപ്പെടുത്തുമ്പോൾ അവരുടെ മനസ്സിൽ ഈ ചികിത്സ ആദ്യമേ സ്വീകരിക്കാമായിരുന്നു എന്നുള്ള ചിന്ത മാത്രമല്ല, നിലവിൽ അലോപ്പതി ചികിത്സ സ്വീകരിക്കുന്ന ഓരോ ആളുകളോടും നിങ്ങൾക്ക് ഈ ചികിത്സ ഉപേക്ഷിച്ച് അക്യുപഞ്ചറിലേക്ക് കടന്നു വന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും അലോപ്പതി ചികിത്സ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയുടെ മനസ്സിലുണ്ടായിട്ടുള്ള വലിയൊരു ആദരവും ബഹുമാനവും, അലോപ്പതിയോടുള്ള അമിതമായ ആദരവും ബഹുമാനവും അത് വെച്ചു പുലർത്തുമ്പോൾ ആ ആദരവും ബഹുമാനവും വെച്ചു പുലർത്തുന്നതിനോടുള്ള ഒരു വിദ്വേഷവും ഒരു എതിരഭിപ്രായവുമാണ് പലപ്പോഴും അക്യുപഞ്ചർ ചികിത്സയിൽ കാണുന്നത്. ഞാൻ മനസ്സിലാക്കുന്നു ഒരു നല്ല അക്യുപഞ്ചർ ചികിത്സകർ ഈ കാര്യത്തിനെ കൃത്യമായി നിരീക്ഷിക്കുകയും ഇനി ഒരു അലോപ്പതി ചികിത്സ സ്വീകരിക്കുന്ന, അതിനെ സമർത്ഥിക്കുന്ന, അക്യുപഞ്ചർ ചികിത്സ സ്വീകരിക്കാൻ വിമുഖത കാണിക്കുന്ന ആളുകളോട് തർക്കിക്കുന്നതിന് പകരം ഈ ഒരു സത്യം അവരെ ബോധ്യപ്പെടുത്താൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയാണ് വേണ്ടത്. പലപ്പോഴും ഓരോ അക്യുപഞ്ചറിസ്റ്റുകളും അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച കഠിനമായ വേദനകളും യാതനകളും സാമ്പത്തിക നഷ്ടങ്ങൾക്കും കാരണം അലോപ്പതിയാണ് എന്ന് സത്യമായിരിക്കെ അതിനോട് കാണിക്കുന്ന അമിതമായ വെറുപ്പും വിദ്വേഷവും പ്രകടിപ്പിക്കുന്നതിന് പകരം ഒരു ഗുണകാംക്ഷയായിക്കൊണ്ട് അവർ ഒരു പ്രയാസത്തിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ്. ഈ പ്രയാസത്തിൽ നിന്നും എങ്ങനെയെങ്കിലും അവരെ കരകയറ്റാൻ എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുന്നതിന് പകരം അവരുമായി തർക്കിക്കുകയോ അവരുമായി കലഹിക്കുകയോ ചെയ്യുന്നതിന് പകരം ഈ കാര്യം അവരെ ധരിപ്പിക്കുന്നതിൽ, ആത്മാർത്ഥതയോടുകൂടി അവരുമായി സംവദിക്കുന്നതിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു.